ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഹലോ സാറേ, ചന്ദനത്തടി പിടിച്ചു. വാട്ട്? നിങ്ങൾ എന്ത് പറയുന്നേ? സ്റ്റേഷനിലേക്കോ? ഞാൻ എന്താ വരുന്നു. അത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഗോപ്രോ ക്യാമറ ചോദിച്ചതാ, പക്ഷെ അവന് തരാൻ പറ്റില്ല. ക്യാമറയോ? അല്ല, നിന്റെ ഫോണിലെ ക്യാമറ ഉണ്ടല്ലോ, അതിലല്ലേ നീ വീഡിയോ എടുക്കുന്നേ? അതല്ല ചേച്ചി, എന്റെ മനസ്സിലൊരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഗോപ്രോ ക്യാമറ വേണം, അതിനു വേണ്ടിയാ ചോദിച്ചേ. ഓ, നീ വിഷമിക്കാതെ, നമുക്ക് പതിയെ ഒരെണ്ണം വാങ്ങിക്കാം. പിന്നെ ഇപ്പൊ നടക്കും. ഒന്ന് പോയേ ചേച്ചി. ഏയ് അബി മോനെ, താൻ പൃഥ്വിയുടെ കാര്യം അശ്വതിയോട് സംസാരിച്ചോ? ഇല്ല, പക്ഷേ അഷി എന്നോട് പൃഥ്വിയെ പരിചയമുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അഷി പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഈ വിവാഹം മുടക്കിയ പിന്നെ അവള് ജീവിച്ചിരിക്കില്ലെന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ എങ്ങനെ അശ്വതിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അറിയില്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് വിവാഹം മുടക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്നേ അവരൊക്കെ കരുതൂ. അത് ശരിയാ. തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താൻ ടെൻഷൻ ആവാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വാ, വണ്ടി കയറ്. എന്തെങ്കിലും തരുവോ? ചേട്ടാ ചേട്ടാ, വല്ലതും തരണേ. എന്തെങ്കിലും തരണം. ആഹാരം കഴിച്ചിട്ട് കുറെ ദിവസം. ഒന്ന് പോയേ പിള്ളേരെ, വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുക. വിശന്നിട്ടാ ചേട്ടാ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? നാശങ്ങള് പോ. നാശങ്ങൾ പോയില്ലേ? എന്താ പിള്ളേരെ കാണിക്കുന്നേ? നിനക്കൊന്നും പറഞ്ഞാ കേൾക്കാമേലേ? അട്ടിച്ച് നിന്നെയൊക്കെ ഞാൻ, നിനക്കൊക്കെ നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളത്. രാവിലെ വിശക്കുന്നു പറഞ്ഞ് ഇറങ്ങിക്കോളും ശല്യങ്ങള്. പോകാനല്ലേ പറഞ്ഞേ? പോ ചേർന്ന്. കിരൺ, ദേ നോക്കി, ഇയാൾ തന്നെ കുട്ടികളെ വഴക്ക് പറയുന്നേ. ഒന്ന് വെയിറ്റ്. നിന്നെയൊക്കെ നിങ്ങൾ എന്തിനാ പിള്ളേരെ തല്ലാൻ തുടങ്ങുന്നേ? തല്ലാതെ നിന്നെയൊക്കെ മടിയിരുത്തി കൊഞ്ചിക്കണോ നാശങ്ങള്? അയ്യോ, നിങ്ങളൊന്ന് പോയേ. അതെ, കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ചോദിക്കാൻ പറയാൻ ആരും ഇല്ലാന്ന് കരുതി എന്തോ ആവെന്ന് കരുതിയോ? അത്രയ്ക്ക് സങ്കടമാണെങ്കിലേ ഇവറ്റകളെ കൊണ്ട് നിങ്ങളങ്ങ് വളർത്തിക്കോ. കിരൺ, ശല്യം പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് കുളമാക്കുമല്ലോ. വണ്ടിയിൽ സാധ ഇരിക്കണം. നിങ്ങളൊന്ന് പോയേ. ആരാണോ? സാറേ, വേണ്ട വേണ്ട വേണ്ട, സോറി. എന്താടോ ഇത്? വെറുതെ ആളാകാതെ വണ്ടി കയറടാ. സോറി സാർ, സോറി മാഡം. എന്താടാ ഇത്? അത് ഈ പിള്ളേര്. നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. സോറി സാർ, സോറി മാഡം. ഇവൻ അല്പ ദേഷ്യക്കാരനാ, നിങ്ങൾ ക്ഷമിക്കണം. ചെന്ന് വണ്ടി കയറടാ. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ മക്കളെ, പോയിക്കും. അവരുടെ പെരുമാറ്റത്തില് എന്തോ പന്തികേടുണ്ടല്ലോ കിരൺ. അതെ, എനിക്കും തോന്നി. കിരൺ, വണ്ടി എടുക്ക, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. താൻ കേറില്ലേ? നിർത്താൻ. നിർത്ത്. കിരൺ, വണ്ടി ഓവർടേക്ക്.
ഏയ് Come on. ഇവിടെ നിർത്താൻ. കുറച്ചും കൂടി സ്പീഡിൽ പോ. ഡോ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വണ്ടി എങ്ങോട്ടേക്കാ? എന്താ ലോഡ്? അത് നിങ്ങൾ എന്തിനാ അറിയുന്നേ? കിരൺ, ആ. ലോഡ് ചെക്ക്. ശരി. ദുർഗേ, റെഡ് സാൻഡൽ. ലോഡ് ഫുള്ള് റെഡ് സാൻഡലാ. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? ഞങ്ങൾ ആരാ എന്താന്നൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. ഏയ് ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേന്ന്? വണ്ടിക്കകത്ത് കേറണം. കേറാൻ. കേറടാ. വെറുതെ ഇരിക്കണോ? അയ്യോ, പോടാ അവിടെ. കേറണം അങ്ങോട്ട്. കേറാൻ. നിങ്ങളെ തുറന്നുവിടാ. ഇവിടെ ഞങ്ങളെ തുറന്നു തുറന്നുവിടാ പറഞ്ഞേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഹലോ സാറേ, ചന്ദനത്തടി പിടിച്ചു. വാട്ട്? നിങ്ങൾ എന്ത് ഈ പറയുന്നേ? സ്റ്റേഷനിലേക്കോ? ഞാൻ ദാ വരുന്നു. പൃഥ്വി, ഏ? നിന്നോട് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. വന്നിട്ട് സംസാരിക്കാം. എന്ത് അത്യാവശ്യ പൃഥ്വി? ഞാൻ അറിയാതെ നിനക്ക് ഓഫീസ് കാര്യങ്ങളിലെ നിന്റെ ഈ ഉഴപ്പിന് നടക്കില്ല. ഇനിയെങ്കിലും നീ കൃത്യമായിട്ട് ഓഫീസിൽ പോണം. കല്യാണം കഴിഞ്ഞാൽ നിന്നെ അശ്വതിയെ ഓഫീസ് കാര്യങ്ങൾ ഏൽപ്പിക്കാനാ എന്റെ തീരുമാനം. ചേച്ചി, ചേച്ചി പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ബൈ. പൃഥ്വി, പൃഥ്വി നിന്നെ എവിടെ? പൃഥ്വി, ശ്ശേ. ഇനി പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. വണ്ടിയുടെ RC ഓണറെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിക്ക് നടന്നോളും. ഞങ്ങൾക്കിനി പോവാല്ലോ അല്ലേ? ഇനിയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാതെ നോക്കണേ സാർ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സത്യത്തിൽ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് ഇതുപോലെ മുന്നോട്ട് വന്നാലേ ഈ നാട് രക്ഷപ്പെടും. സർ,